എങ്ങനെയാണ് ജീവജാലങ്ങളുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്? ഹായ്, ഞാൻ ഷാജി കുര്യൻ ഫ്രം സോഷ്യോ പ്രീഡിയൻ. നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും, മനുഷ്യരുൾപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് ശ്വസിക്കാൻ വായുവാണ്. ഓക്സിജൻ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് കുടിക്കാൻ വെള്ളമാണ്. അങ്ങനെ ദാഹം മാറിക്കഴിഞ്ഞാൽ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷിക്കാൻ ഭക്ഷണം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഉൾപ്പെടുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അടുത്ത താല്പര്യം എന്ന് പറയുന്ന റിക്രിയേഷനിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. റിക്രിയേഷനും ക്രിയേഷനും കൂടെ ഒന്നിച്ചു കൂടുന്ന ഒരു പ്രോക്രിയേഷൻ എന്ന് പറയുന്ന പ്രകൃതി തന്നിരിക്കുന്ന ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് എല്ലാ ജീവജാലങ്ങളുടെയും വംശം നിലനിൽക്കുന്നത്. മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കുക അല്ലെങ്കിൽ റെസ്പെക്റ്റ് ലഭിക്കുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ച് അടുത്ത ആവശ്യം എന്ന് പറയുന്നത്. ഈ ആവശ്യം എന്ന് പറയുന്ന മറ്റു ജീവജാലങ്ങൾക്കില്ല, മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഈ റെസ്പെക്റ്റ് ലഭിക്കാൻ വേണ്ടിയാണ് മനുഷ്യർ ഓരോ വലിയ പ്രവൃത്തികളും ചെയ്യുന്നത്. അവിടെയാണ് മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിരിക്കുകയും മനുഷ്യന് ഡെവലപ്പ് ചെയ്യാൻ, നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്ത് ലോകത്തിൽ ഈ നിലയിലേക്ക് എത്താനുള്ള കാരണം മനുഷ്യൻ്റെ ഈ കഴിവ് കൊണ്ട് മാത്രമാണ്. ജീവിതം മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ജീവജാലങ്ങളിൽ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ലോകം ഈ നിലയിലേക്ക് വളർന്നിരിക്കുന്നത്. ചിന്തിക്കാനുള്ള ശേഷി കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യർ. അതേസമയം മറ്റു മൃഗങ്ങൾക്കും ജീവികൾക്കും വേറെ തരത്തിലുള്ള സെൻസുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ഈ പറയുന്ന ചിന്തിക്കാനുള്ള കഴിവ്. മുൻപോട്ട് ചിന്തിക്കാനും അതുപോലെ പുറകിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാനും ഉള്ള കഴിവ് മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. നമ്മൾ കാലഘട്ടങ്ങൾ മാറി വന്നു, നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അടുത്ത പടി എങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താം എന്ന ചിന്തയിൽ നിന്നാണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുകയും ആ കണ്ടുപിടുത്തങ്ങൾ വഴിയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുകയും നമ്മുടെ വംശം നിലനിൽക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് നാളെ ബാക്കിയുള്ള സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. താങ്ക് യു.